മന്ത്രി വീണ ജോർജിന് ഇല്ല ഏതാനും ദിവസം കൂടിയുള്ളൂ ജനം എടുത്ത് പുറത്തിടും എന്ന് ഏകദേശം ഉറപ്പാണ്. വീണ ജോർജിന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു അവാർഡ് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. ചെറിയ അവാർഡൊന്നും അല്ല, വലിയ അവാർഡ്. സമഗ്ര മേഖലയിലും കഴിവ് തെളിയിച്ചതിന്. ഇപ്പൊ കണ്ണൂരിൽ ഏറ്റവും വലിയ അഭിനയം തെളിയിച്ചതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള KSU പ്രവർത്തകർ ദൂരെ നിന്ന് കരിങ്കൊടി ഒന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ പോലീസുകാർ അവർ തൂക്കിയെടുത്ത് മാറ്റി. എന്നാൽ അതിന്റെ നിഴല് പോലും അടിക്കാത്ത മന്ത്രിയുടെ കഴുത്തുളുക്കി പിന്നെ എന്തൊക്കെ എനിക്ക് അറിയാൻ വയ്യ. പിന്നെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാലോ. അതുകൊണ്ട് നല്ല ഒന്നാന്തരം നടന വൈഭവം കാഴ്ചവെച്ചതിന് ഒരു അവാർഡ് കൊടുക്കാവുന്നതാണ്. പിന്നെ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ആരോഗ്യ മേഖല മുഴുവൻ കുളം തോണ്ടിയതിന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അതിന്റെ അവസാനത്തെ തെളിവ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. പെണ്ണുങ്ങളുടെ ശരീരപരമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പേരും കാര്യങ്ങളെല്ലാം എൻ്റെതാണ്. പക്ഷേ റിസൾട്ടിൽ വെച്ചേക്കുന്ന യൂട്രസ് പരമായിട്ടുള്ള പ്രശ്നമാണ് വെച്ചേക്കുന്നത്. ഞാൻ ചോദിക്കാനായിട്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വന്നു. മെഡിക്കൽ കോളേജ് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ എൻ്റെ നിന്ന് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുതിയൊരു റിപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെ എനിക്ക് പുതിയ റിപ്പോർട്ട് തരാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നിനക്ക് ഇത് തരാനേ പറ്റുള്ളൂ, നീ ഇത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു. ഇപ്പോഴാണ് റിസൾട്ട് അവന് മനസ്സിലാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് മൂപ്പർക്ക് മനസ്സിലായില്ല. മൂപ്പര് കിഡ്നി സ്റ്റോണിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. ചെന്ന് പരിശോധിച്ചു, വേദന ഉണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു, സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് പ്രകാരം പിന്നെ ആശുപത്രിയിൽ പോരേണ്ടതായിരുന്നു. പക്ഷെ വേദന കുറഞ്ഞത് കൊണ്ട് ആശാൻ പോയില്ല. എന്നാൽ പിന്നീട് വേദന വന്ന സമയത്ത് മൂപ്പര് മറ്റൊരു ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോ നേരത്തെ മെഡിക്കൽ കോളേജിൽ സ്കാൻ ചെയ്ത റിപ്പോർട്ട് അവിടുത്തെ ഡോക്ടറെ അടുത്ത് പരിശോധിച്ചു. അപ്പോഴാണ് ജഹപൊഹ ബഹു കേമം. 24-കാരനായിട്ടുള്ള കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷിഹാസിന് ഗർഭപാത്രമുണ്ട്, അതിനെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നത് ആണിനെ പെണ്ണാക്കി മാറ്റിയ റിപ്പോർട്ട്. ഏത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭരിക്കുന്ന, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന നമ്പർ 1 കേരളത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആശുപത്രി. ആ ആശുപത്രിയിലാണ് ഇമാതിരിയുള്ള ഒരു തോന്നിയാസം നടന്നേക്കുന്നത്. എന്നാൽ അവിടെ ഒന്നുമല്ല കാര്യം. ഇത് ചോദിക്കാൻ വേണ്ടി ഇതെങ്ങനെ സംഭവിച്ചു, എന്താ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തനിക്ക് തന്നത് എന്നറിയാൻ വേണ്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് തരാത്ത കാര്യം എന്ത്? നിങ്ങൾ പഴയ റിപ്പോർട്ട് ചോദിക്കണം. നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്കാനിങ് ചെയ്ത എന്തൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കൊണ്ട് എന്റെ തന്നതോ? അണ്ണാ സംസാരിക്കല്ല, കൂടെ സംസാരിക്കല്ല, പറഞ്ഞ മനസ്സിലായ? ഇതെന്താന്ന് മനസ്സിലായില്ലേ? അതായത് അവിടെ ചെന്ന സമയത്ത് ഇയാളെ കയ്യിലിരുന്ന റിപ്പോർട്ട് അവർക്ക് കൊടുത്തു. ആ റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ആശാട്ടി നേരെ ഉള്ളിൽ പോയിട്ട് ഒരു സ്കാനിങ്ങും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി, ഒരു സ്കാനിങ് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുത്തു. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ രോഗി പോലും അവിടെ വരണ്ട എന്നാണ് പറയുന്നത്. ഇയാളെ കയ്യിലിരുന്ന റിപ്പോർട്ട്, ഏത് സ്കാനിങ് റിപ്പോർട്ട് 2 മാസം മുമ്പുള്ളത്, കഴിഞ്ഞ ഫെബ്രുവരിയിലുള്ളതാ. ആ ഫെബ്രുവരിയിൽ സ്കാൻ ചെയ്ത റിപ്പോർട്ട് വാങ്ങി വെച്ചതിന് ശേഷം പുതിയൊരു റിപ്പോർട്ട്, അയാളുടെ പേരിലുള്ള പുതിയ റിപ്പോർട്ട്, സ്കാനിങ്ങിലൊക്കെ എഴുതിയിട്ടുള്ളത് ഇയാളുടെ പേര് തന്നെയാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇയാൾക്ക് ഗർഭപാത്രം ഉണ്ട്. ആ റിപ്പോർട്ട് വാങ്ങി വെച്ചിട്ട് ഗർഭപാത്രം ഇല്ലാത്ത പുതിയൊരു റിപ്പോർട്ട് ഒരു പരിശോധനയും നടത്താതെ എടുത്തു കൊടുത്തു. അത് അതിലേറെ ഗുരുതരമല്ലേ? നമ്മുടെ ആശുപത്രികളിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ മന്ത്രിയൊക്കെ എന്തിനാണ് അവിടെ കുത്തിയിരിക്കുന്നത്? ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് പറഞ്ഞ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനെയൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടത്? ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ ജീവിതവും ജീവനും സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഈ മന്ത്രി എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്? ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും പുല്ലുവല്ല. അത് മാത്രമല്ല, കള്ളക്കേസിൽ ആൾക്കാരെ ജയിലിൽ അടയ്ക്കുക, കൊലപാതക ശ്രമത്തിന് പിടിച്ചകത്തിടുക, ഇതൊക്കെയല്ലേ ഒരു ആരോഗ്യമന്ത്രി ചെയ്തു വെച്ചേക്കണേ. സാക്ഷ്യത്തോടെ വിളിച്ചു പറഞ്ഞ് ഞാൻ SFI-കാരനായിരുന്നു, ഞാൻ CPM-കാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞ പലരും ഇന്ന് വെറും പായൽ ജയിലിൽ കിടക്കുന്നുണ്ട്, ജാമ്യം പോലും കിട്ടാതെ. അറിയാമല്ലോ, ആ അവസ്ഥയിലേക്ക് വീണ ജോർജ് കൂടെ ഒന്ന് പോകണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ KSU ചെറുപ്പക്കാരെ പിടിച്ച് അകത്താക്കിയതിന്റെ അവസ്ഥ. അത് അവിടെ നിൽക്കട്ടെ. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഈ സംഭവം ഒരു ബഹു സംഭവം തന്നെയാണ്. അല്ല, എനിക്കറിയാൻ മേലാത്തത്, ഇങ്ങനെ കഴിവില്ലാത്ത, ആരോഗ്യം എന്തെന്നറിയാത്ത, ആരോഗ്യ മേഖല എന്തെന്നറിയാത്ത ആൾക്കാരെ പിടിച്ച് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് പിടിച്ചേൽപ്പിച്ച പിണറായി വിജയൻ സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ യോഗ്യത ഉള്ള ആളാണോ എന്നാണ്. 1ാം പിണറായി മന്ത്രിസഭയിൽ അത്യാവശ്യം തരക്കേടില്ലാതെ വിധത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോയതാണ്. വിദ്യാഭ്യാസം വിവരമുള്ള കുറച്ചെണ്ണം ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ, അവരെല്ലാവർക്കും അറിയുകയും ചെയ്യായിരുന്നു. എന്നാൽ 2ാം പിണറായി മന്ത്രിസഭ എത്തിയപ്പോൾ ഒരു ഏകാധിപത്യം വന്നു. അതിലെല്ലാ മേഖലയും സമഗ്രാധിപത്യത്തിൽ മുഴുവനും തൊലച്ച് നശിച്ച് നാറാണക്കല്ലിളക്കി. അതിന്റെ ഫലമായി ഇന്ന് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ലാതെ കത്രിക അതിനകത്ത് വെക്കുക, പിന്നെ സർജറിക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുക,
ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് ആൾക്കാർ കൊല്ലപ്പെടുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾ, അതായത് നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കലാപരിപാടികൾ അവർക്ക് കണ്ട് രസിക്കാനുള്ള പരിപാടികളാണ്. ഇനിയിപ്പോ ഇതിനും വരെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ സസ്പെൻഡ് ചെയ്യുമായിരിക്കും 4 ദിവസത്തേക്ക്. പിന്നീട് അതിനാവശ്യമായ പരിഗണന കൊടുത്ത് വീണ്ടും തിരിച്ച് അവരോധിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ യൂണിയനുകളുണ്ടല്ലോ ഇവിടെ. അതിവിടെ ആര് വന്നാലും ഗതി ഇത് തന്നെ. ഏതായാലും ഇതുപോലെ ഒരു നശിച്ച ഒരു ആരോഗ്യമന്ത്രി ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊന്നും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.